ഇന്ന് നമ്മൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. പ്രൊജക്ഷൻ ഓഫ് ലൈൻസും നമ്മൾ 4 ക്വാഡ്രന്റിലുള്ള പ്രൊജക്ഷൻസും നോക്കിയായിരുന്നു. ഓരോ പ്രൊജക്ഷനകത്തും ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവിലും വരാവുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് മനസ്സിലാക്കിയത്. നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലും ഹൊറിസോണ്ടൽ പ്ലെയിനിലുമുള്ള പ്രൊജക്ഷൻസ് ഡ്രോയിങ് ഷീറ്റിലേക്ക് മാറ്റുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിലുള്ളത് XY ലൈനിന് മുകളിലായിട്ടും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്ന എല്ലാവിധ പ്രൊജക്ഷൻസും ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ പ്രൊജക്ഷൻസ് എല്ലാം തന്നെ XY കോർഡിനേറ്റിന് മുകളിലും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്ന പ്രൊജക്ഷൻസ് എല്ലാം തന്നെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് താഴെയായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കണ്ടു. സെക്കൻഡ് ക്വാഡ്രന്റിലാകുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്ന പ്രൊജക്ഷനോടൊപ്പം തന്നെ സെക്കൻഡ് ക്വാഡ്രന്റിൽ നിന്ന് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള പ്രൊജക്ഷനും കൂടി XY ലൈനിന് മുകളിലേക്കായിട്ട് വരിക. ഇനി നെക്സ്റ്റ് തേർഡ് ക്വാഡ്രന്റിലായിരുന്നപ്പോൾ തേർഡ് ക്വാഡ്രന്റിലുള്ള ഫ്രണ്ട് വ്യൂസ് XY ലൈനിന് താഴെയും ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്ന ആളുകളെല്ലാം തന്നെയും അതിനെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് മുകളിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. ഇനി ഫോർത്ത് ക്വാഡ്രന്റിൽ ആണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിൽ ഫ്രണ്ട് വ്യൂ XY ലൈനിന് താഴെ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്നതിനെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതും അതിൻ്റെ പ്രൊജക്ഷൻസും XY ലൈനിന് താഴെയായിട്ട് വരുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇനി പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ആണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റും തേർഡ് ക്വാഡ്രന്റിലും വരുന്ന ലൈൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് സെക്കൻഡും ഫോർത്തും ഒഴിവാക്കാം. ഫസ്റ്റ് ആംഗിളും അല്ലെങ്കിൽ തേർഡ് ആംഗിൾ ഫസ്റ്റ് ക്വാഡ്രന്റിനകത്ത് ഉള്ള ഒബ്ജക്റ്റിനെ നമ്മൾ പ്രൊജക്ഷൻസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. തേർഡ് ക്വാഡ്രന്റിനകത്തുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ പ്രൊജക്ഷന് വേണ്ടി സ്റ്റഡി ചെയ്യുമ്പോൾ അത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും. നമുക്ക് ലൈൻസ് ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും പ്ലേസ് ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. പോയിന്റ്സ് 4 ക്വാഡ്രന്റിലുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ 3 ഡയമെൻഷണൽ വ്യൂസ് വരുമ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ളത് മാത്രം മതിയാകും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒന്ന് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ലൈൻസിൻ്റെ ഡീറ്റെയിൽസിന് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള പോയിന്റ്സിൻ്റെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എ എന്ന് പറയുന്ന പോയിന്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ സം ഡിസ്റ്റൻസ് മുകളിലേക്കാണ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നും സം ഡിസ്റ്റൻസ് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഒബ്സർവർ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ക്യാപിറ്റൽ എയുടെ ഫ്രണ്ട് വ്യൂ, അപ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒബ്സർവർ നിൽക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒബ്സർവർ നിൽക്കുന്നത് എപ്പോഴും ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടത്തേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒബ്സർവർക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് അറിയാം, വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അറിയാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് ഈ ഒബ്ജക്റ്റ് വെർട്ടിക്കൽ പ്ലെയിനിൽ നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു പ്രൊജക്ഷനെ നമ്മൾ ഏതാണോ പോയിന്റിന്റെ പേര് അതിൻ്റെ സ്മാൾ കേസ് വിത്ത് എ ഡാഷ് ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എ ആയതുകൊണ്ട് സ്മാൾ എ വിത്ത് എ ഡാഷ്. അപ്പോൾ സ്മാൾ കേസ് ലെറ്റർ വിത്ത് എ ഡാഷ് കാണുമ്പോൾ എപ്പോഴും ഓർക്കുക, ഇത് ഒരു ഒബ്സർവർ നോക്കുന്ന ഫ്രണ്ട് വ്യൂവിൽ നിന്ന് കിട്ടിയ പ്രൊജക്ഷനാണ്. ഇനി ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ സെയിം ഒബ്ജക്റ്റിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് നിൽക്കുന്നതായിട്ട് കാണാം. അവിടെയും ഒബ്സർവർ ഇൻഫിനിറ്റിയിൽ നിന്നാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒബ്സർവർ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ പോയിന്റും ഹൊറിസോണ്ടൽ പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാൻ പറ്റില്ല. അദ്ദേഹത്തിന് അറിയാൻ പറ്റുന്നത് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് എത്ര ദൂരം മാറി എ എന്ന് പറയുന്ന പോയിന്റ് പ്ലേസ് ചെയ്തെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് എന്താണോ പോയിന്റിന്റെ പേര് അതിൻ്റെ സ്മാൾ കേസ് ലെറ്ററിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇവിടെ എ എന്നായതുകൊണ്ട് സ്മാൾ എ റെപ്രസെൻറ്റ്. ഇനി XY ലൈനിനകത്ത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ് നമ്മുടെ ഡ്രോയിങ് ഷീറ്റിലേക്കുള്ള മാർക്കിങ്സ്. ഈ ഒബ്സർവർക്ക്
പാരലൽ, അദ്ദേഹത്തിന്റെ വ്യൂവിന് പാരലായിട്ട് നിൽക്കുന്ന ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ നമ്മൾ എന്ത് ചെയ്തു, ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യിച്ച് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ ഡ്രോയിങ് ഷീറ്റിന്റെ അതേ ലെവലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ XY പ്ലെയിൻ അതുപോലെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഡിസ്റ്റൻസ് ഇവിടെ ആൾറെഡി ഉണ്ട്, ഈ ഡിസ്റ്റൻസ് ഉണ്ട്. കൂടാതെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിച്ചെടുത്തപ്പോൾ കിട്ടുന്ന ഡിസ്റ്റൻസ് താഴേക്ക് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി സെക്കൻഡായിട്ട് നമ്മൾ നോക്കുന്ന ഒരു എക്സാമ്പിൾ, ആൾറെഡി ഈ ഒബ്ജക്റ്റുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ A എന്ന് പറയുന്ന ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെയാണ്, അതിൽ നിന്ന് വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒബ്സർവർക്ക് അത് ആ സെയിം ഡിസ്റ്റൻസിൽ തന്നെ വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെ കാണാൻ പറ്റി. ടോപ്പ് വ്യൂ എന്ന് നോക്കുമ്പോൾ അത് XY ലൈനിലായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും. ഓക്കെ, അതിൽ കിട്ടുന്ന ഇമേജസ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ്, ഈ പോയിന്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുന്ന ഒബ്സർവർക്ക് എന്ത് ചെയ്യാം, ഇത് XY ലൈനിൽ കിടക്കുന്നതായിട്ട് കാണാം. അതുപോലെ ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുന്ന ആളിന് ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അയാൾ കിടക്കുന്നു അത് മനസ്സിലായി. ആ പോയിന്റിനെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതുപോലുള്ള ഒരു ഒബ്ജക്റ്റ് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഉള്ള പോയിന്റ്സുകളുടെ പല രീതിയിലുള്ള പ്ലേസ്മെന്റുകൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിനകത്ത് കഴിഞ്ഞ ദിവസം നോക്കിയത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ലൈൻസ് ആണ്. ആ ലൈൻസും കുറച്ച് അധികം ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. അതൊരു വെർട്ടിക്കൽ ലൈൻ പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടലും അതുപോലെ തന്നെ പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിനും പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനിലും പാരലായിട്ട് ലൈൻ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഒരു പ്ലെയിനിന് പാരലലും അടുത്ത പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിട്ടുമുള്ള ഓപ്ഷൻസ്, പിന്നെ രണ്ട് പ്ലെയിനിനും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഓപ്ഷൻസ്. ഇങ്ങനെയുള്ള പല ഓപ്ഷൻസും തന്നിട്ടുള്ള ലൈൻസിനെ അതിൻ്റെ പ്രൊജക്ഷൻസ് വരയ്ക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മുടെ. അപ്പോൾ അത് നമുക്കതിൻ്റെ പ്ലെയിൻസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് ഇതിന് നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിൻ, നെക്സ്റ്റ് നമുക്കുള്ളത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് നമ്മുടെ XY ലൈൻ, XY. ഇനി ഈ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മളൊരു ഹൊറിസോണ്ടൽ, ഇപ്പോൾ ലൈൻ എന്ന് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ഇതൊരു പോയിന്റ് ആണ് A, ഇത് അടുത്ത പോയിന്റ് ആണ് B. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലേക്ക് ഈ പോയിന്റ്സിനെ നമ്മൾ മൂവ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടൊരു മൂവ്മെന്റ് ഇവിടെ കിട്ടും അല്ലേ. അപ്പോൾ ഒരു ലൈൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സിന്റെ ഒരു അക്യുമുലേഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടാതെ ആ അക്യുമുലേഷൻ എയിൽ നിന്ന് ബിയിലേക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം. പക്ഷേ ഇത് കണക്ക് പോകാം, അല്ലെങ്കിൽ ഇത് കണക്ക് പോകാം. പക്ഷേ ഈ പാത്ത് എടുത്തപ്പോൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലായി, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മൂവ് ചെയ്താൽ കിട്ടുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ലൈനാണ്. അപ്പോൾ ലൈൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോയിന്റ്സിന്റെ പാത്താണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലൈനിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയാണ്. പ്ലേസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത, ഇതിന്റെ എൻഡ് പോയിന്റ്സുകൾ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഞാനൊരു അല്പം തിക്നെസ്സോടുകൂടി അയാളെ വരച്ചൊന്ന് മാത്രമേ ഉള്ളൂ, ലൈൻ തന്നെയാണെന്ന് സാധിക്കും. അതിൽ ഈ രണ്ട് എൻഡുകൾ, ഇവിടെ ക്യാപിറ്റൽ എ, ഇവിടെ ക്യാപിറ്റൽ ബി, ആ എൻഡ് പോയിന്റ്സ് ലൈനിന്റെ രണ്ട് എൻഡുകൾ ഇങ്ങനെ റെപ്രസെന്റ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ ലൈനിനെ ഇപ്പോൾ ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആയിട്ടും വെർട്ടിക്കൽ പ്ലെയിനിനും പാരലൽ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്ലെയിനുകൾക്കും പാരലൽ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ എ ആൻഡ് ബി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒബ്സർവർ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒബ്സർവർ വ്യൂ ചെയ്യുന്ന പോയിന്റ്സുകൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ, ഒന്ന് ഫ്രണ്ട് വ്യൂവിന് വേണ്ടിയിട്ടും പിന്നീട് ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കാറുണ്ട്. ഇത് നമുക്ക്
ടോപ്പ് വ്യൂവിന് വേണ്ടിയിട്ടും ഉള്ളതാണ്. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ ആൻഡ് എലിവേഷൻ. ഇനി ഈ ഒബ്സർവർ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടത്തേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ ടോപ്പ് വ്യൂവിൽ നിന്ന് ഇങ്ങോട്ടത്തേക്ക് നോക്കുമ്പോൾ രണ്ട് ടൈപ്പ് പ്രൊജക്ഷൻസ് കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് കിട്ടുന്ന പ്രൊജക്ഷൻസ് ഇയാൾ നോക്കുമ്പോൾ ഇത് കിട്ടും, ഈ എൻഡും ഈ എൻഡും രണ്ടും എന്താണ്, രണ്ടും പാരലൽ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ നമുക്കൊരു പ്രൊജക്ഷൻ കിട്ടും. ഈ പ്രൊജക്ഷൻ്റെ ഈ എൻഡിനെ നമുക്ക് ഇവിടുത്തെ പോയിന്റിന്റെ പേര് ക്യാപിറ്റൽ ആയതുകൊണ്ട് സ്മോൾ എ വിത്ത് എ ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഈ പോയിന്റിന് ഇവിടെ കിട്ടിയത് സ്മോൾ ബി വിത്ത് എ ഡാഷ്. ഇനി ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഈ ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ഈ എ ബി ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് എന്തുമാത്രം മുകളിലേക്കാണെന്ന് ഇയാൾക്ക് അറിയാൻ പറ്റും ഫ്രണ്ട് വ്യൂ നിന്ന് നോക്കുമ്പോൾ. പക്ഷേ ഈ വെർട്ടിക്കൽ പ്ലെയിനും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒബ്ജക്റ്റ് ഇവിടെ കിടക്കുന്നതായിട്ട് നമുക്ക് കിട്ടി. അതുകൊണ്ട് ഇത് അതിന് പാരലായിട്ട് കിട്ടി. ഇനി ടോപ്പ് വ്യൂ എന്ന് നോക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് എവിടെ നിൽക്കുന്നതായിട്ട് തോന്നാം, അദ്ദേഹത്തിന് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിടക്കുന്നതായിട്ട് കാണാം. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിടന്നിട്ട് ഇത് ഇവിടെ ഇതുപോലുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ കിട്ടി. അതിനെ നമ്മൾ സ്മോൾ എ എന്ന് സ്മോൾ ബി എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇനി ഈ കേസിനെ നമുക്ക് എക്സ് വൈ ലൈനിനുള്ളിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ഷൻസ് എങ്ങനെ കിട്ടും? ഫ്രണ്ട് വ്യൂവിൽ എ ഡാഷ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ബി ഡാഷ് അല്ലെ, ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, എയുടെയും ബിയുടെയും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ലെങ്ത്, ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ടാവും. അതുപോലെ പ്രൊജക്ഷൻ മാർക്ക് ചെയ്തു. ഇനി ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിൽക്കുന്ന ആളിന് എന്ത് വേണം? ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യിക്കണം. അതെന്ത് ചെയ്യും? ഈ പ്രൊജക്ഷൻ താഴേക്ക് വരും. താഴേക്ക് വന്നിട്ട് എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ്, ഓക്കെ. അപ്പൊ ഇങ്ങനെയായിരിക്കും ലൈൻ എ ബി ഫ്രണ്ട് വ്യൂവിലും ഇത് ടോപ്പ് വ്യൂവിലും നമുക്ക് തരുന്ന പ്രൊജക്ഷൻസ്. ഓക്കെ. അപ്പോൾ ഈ ലൈൻ വെർട്ടിക്കൽ പ്ലെയിനിനും ഹൊറിസോണ്ടൽ പ്ലെയിനിനും പാരലൽ ആണെങ്കിൽ, ഇത് പാരലായിട്ട് ഈ പ്ലെയിനിൽ കിടക്കുന്നു, ഈ പ്ലെയിനിന് പാരലായിട്ട് നിൽക്കുമ്പോൾ ഈ ഒബ്സർവർക്ക് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ എ ബിയുടെ ഫുൾ ലെങ്ത് അറിയാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ മുകളിലേക്ക് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും. ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുന്ന ആ ഒബ്സർവർക്കും എ ബി ലെങ്തിന്റെ ഫുൾ ലെങ്ത് അറിയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വ്യൂവിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുകയാണ്. പ്ലെയിനിന് പാരലൽ ആകുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യൂവിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നു. അയാളുടെ വ്യൂവിന് പാരലൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നെങ്കിൽ ഈ ലൈൻ അത് ഇങ്ങനെ നിർത്തണം. അങ്ങനെയാണ് ഈ ഒരു എൻഡ് മാത്രമേ അയാൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. എ ബി ഇത് ഇപ്പൊ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ വെർട്ടിക്കൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം പാരലൽ. അയാൾക്ക് ഈ എയും ബിയും ഒരു ഡോട്ട് പോലെ അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് അറേഞ്ച് ചെയ്തതുകൊണ്ട് മുകളിൽ നിന്ന് നോക്കുമ്പോഴും താഴെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴും ഫുൾ ലെങ്ത് അറിയാൻ പറ്റും. ഓക്കെ. ഇത് കേസ് നമ്പർ 1. ഓക്കെ, ഫസ്റ്റ് കേസ്. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ബി പാരലൽ ടു ബോത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ എ ബി ലൈൻ ആർക്കൊക്കെ പാരലാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിനും പാരലാണ്, വെർട്ടിക്കൽ പ്ലെയിനിനും പാരലാണ്. ഓക്കെ. ഇത് സിമിലർ സിറ്റുവേഷൻ തന്നെ നമുക്ക് തേർഡ് ക്വാഡ്രന്റിലാണ് വന്നത് എന്ന് സങ്കല്പിക്കുക. തേർഡ് ക്വാഡ്രന്റിലാണ് വന്നതെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ പാരലൽ ആയിട്ട് ഒരു ലൈൻ എ ബി മാർക്ക് ചെയ്തിരിക്കുന്നു. ഇത് എ, ഇത് ബി. ഇവിടെ നിന്ന് നോക്കുന്ന ഒബ്സർവർക്ക് എന്ത് ചെയ്യാം? അത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഒരു ഒബ്ജക്റ്റ് പ്രൊജക്ഷൻ കിട്ടും. അത് എ ഡാഷ്, ഇത് ബി ഡാഷ്. ഇവിടെ നിന്ന് നോക്കുന്ന ആളിന് ഇവിടെ ഒരു പ്രൊജക്ഷൻ കിട്ടും. ടോപ്പ് വ്യൂ നിന്ന് നോക്കുന്ന ആളിന് ഒരു പ്രൊജക്ഷൻ കിട്ടും. അതെന്ത് ചെയ്യും? ഇതേപോലെ കിട്ടും. ഇവിടെ ഇത് എയും ഇത് ബിയും. അതിന്റെ പ്രൊജക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് വൈ ലൈനിന് താഴെയായിട്ട് നമുക്ക് എന്ത് കിട്ടും? താഴെയായിട്ട് നമ്മുടെ എ ഡാഷ് ബി ഡാഷ് കിട്ടും. എക്സ് വൈ ലൈൻ ഇതുപോലെ നിൽക്കുന്നതിന് അതിന്റെ മോൾ ഭാഗത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? അതിന്റെ എയും ബിയും കിട്ടും.
വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടും എന്ന് മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ. ഈ ഫസ്റ്റിന്റെ ഇതിന്റെ കേസ് എന്താണോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടും, കാരണം ഇവിടെ തേർഡ് ക്വാഡ്രന്റിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ സെയിം ലൈൻ എ ബി തന്നെയാണ് എടുത്തത്. അയാൾ എ ബി പാരലൽ ടു ബി പി, വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ, പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, ഈ സിറ്റുവേഷൻ എങ്ങനെ വരുമെന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ. ഇപ്പോൾ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഇതാണ്, അതുപോലെ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, പാരലൽ ടു വെർട്ടിക്കലും പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈൻ എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈൻ ഇതുപോലെ നീങ്ങും. ഇവിടെ ഞാൻ ഇത് ക്യാപിറ്റൽ എ, ഇത് ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കാം. അപ്പൊ ഈ എ ബി എന്ന് പറയുന്ന ലൈൻ ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആണ്, ഈ വെർട്ടിക്കൽ പ്ലെയിനിന്റെ പാരലൽ ആണ്. കാരണം വെച്ചാൽ വെർട്ടിക്കൽ പാരലൽ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏത് പോയിന്റും ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് പാരലൽ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടുത്തെ സിറ്റുവേഷനിൽ ഈ എ ബി ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനിലെ എല്ലാ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എല്ലാം തന്നെയും ഈക്വൽ ആയിരുന്നു, അതുപോലെ തന്നെ വെർട്ടിക്കലിലേക്കുള്ളതും ഈക്വൽ ആയിരുന്നു. അതുകൊണ്ട് രണ്ട് പ്ലെയിനിനും അയാൾ പാരലൽ ആയിരുന്നു. ഓക്കെ, ഈ സിറ്റുവേഷൻ വന്നപ്പോൾ അത് മാറി. ഇവിടെ ഹൊറിസോണ്ടൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് എ ബി ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തു, എ ബി ലൈൻ പ്രൊവൈഡ് ചെയ്തു. അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആയിട്ട് എ ബി ലൈൻ. ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒബ്സർവർക്ക് ഇതിന്റെ ഫുൾ ലെങ്ത് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വ്യൂവിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുകയാണ് ഫുൾ ലൈൻ. അദ്ദേഹത്തിന് ഈ പോയിന്റ് എവിടെ നിൽക്കുന്നതായിട്ട് തോന്നും? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പോയിന്റ് എന്ത് ചെയ്തു, ഇവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മുകളിലേക്കാണ് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് ലൈൻ എ ബി ഇവിടെ ഇങ്ങനെ വെർട്ടിക്കൽ പ്ലെയിനിൽ നിൽക്കുന്നതായിട്ട് അയാൾക്ക് കാണാം. ഇതിനെ എ ഡാഷ് എന്നും ഇതിനെ ബി ഡാഷ് എന്നും റെപ്രസെന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുക. ഇവിടെ നിന്ന് നോക്കുക, എന്താ കാണാൻ കഴിയുക? അയാൾക്ക് ഒരിക്കലും ഈ ലൈൻ എ ബിയുടെ ഫുൾ ലെങ്ത് അറിയാൻ പറ്റില്ല. പെർപെൻഡിക്കുലർ ആണ്, അയാളുടെ വ്യൂവിന് പാരലലുമാണ്, അയാളുടെ വ്യൂവിന് പാരലായിട്ട് ഈ ഒബ്ജക്റ്റ് നിൽക്കുകയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കാണുന്നത് ബി എന്ന് പറയുന്ന പോയിന്റിന്റെ ഒരു ഡോട്ട് മാത്രമേ അറിയാൻ പറ്റൂ. അതേ സെയിം ഡോട്ടിൽ തന്നെയാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ എയിൽ നിൽക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബി എന്ന് പറയുന്ന പോയിന്റ് കാണാം, ബ്രാക്കറ്റിൽ ആരും ഉണ്ട്, എയും. ഒരു ഡോട്ട് പോലെ മാത്രമേ അയാൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഈ ഡോട്ടായിട്ട് നിൽക്കുന്ന ലൈൻ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് എന്തുമാത്രം ഡിസ്റ്റൻസിലാണ് മാറി നിൽക്കുന്നത് എന്നുള്ളത് അയാൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു എക്സ് വൈ ലൈൻ അനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ പ്രൊജക്ഷൻസ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ നിൽക്കും? എക്സ് വൈ ലൈൻ ഫ്രണ്ട് വ്യൂ നിന്ന് നോക്കുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് സം ഡിസ്റ്റൻസ് മുകളിലേക്കാണെങ്കിൽ ആ ഡിസ്റ്റൻസ് ഒബ്സർവർക്ക് അറിയാൻ പറ്റും. അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ നമുക്ക് ഇദ്ദേഹത്തിന് കാണാൻ പറ്റും, എ ബിയെ കാണാൻ പറ്റും. ഇത് എ ഡാഷ്, ഇത് ബി ഡാഷ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ നിൽക്കുന്നതായിട്ട്. ഇനി ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുന്നത് ഈ ഭാഗത്തേക്കാണ് നമുക്ക് കിട്ടിയത്. അതെന്ത് ചെയ്തു? ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഈ എക്സ് വൈ ലൈനിൽ നിന്ന് ഈ എക്സ് വൈ ലൈൻ നിന്ന് പോയിന്റ് ആയിട്ട് കണ്ട ആ ഒബ്ജക്റ്റ്, ആക്ച്വലി പോയിന്റ് അല്ല, അയാൾക്ക് അതിന്റെ ട്രൂ ലെങ്ത് അറിയാൻ പറ്റാത്തതാണ്. അത് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണോ ആ ഡിസ്റ്റൻസ് മാറിയിട്ട് അവിടെ എന്ത് കാണാം? മുകളിൽ നിന്ന് നോക്കുന്ന ആളിന് ആദ്യം കാണുന്നത് ബി ആണ്, അതിന്റെ താഴെ ആരുമുണ്ട്? എയും. ഇതുപോലെയുള്ള ഒരു
പ്രൊജക്ഷൻസ് ആണ് ലൈനിനെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് വ്യൂവിൽ നിന്ന് അറ്റ് പ്രസന്റ് കിട്ടുന്നത്. കണ്ടീഷൻ എന്താണ്? ഈ ലൈൻ എ ബി ഈസ് പാരലൽ ടു വി പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി, ഹൊറിസോണ്ടൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ നമുക്ക് ഇത് സെക്കൻഡ് കണ്ടീഷൻ. ഇനി തേർഡ് കണ്ടീഷൻ, സെയിം ലൈൻ എ ബി ഈസ്, ഇവിടെ നമുക്ക് തിരിച്ചു നോക്കാം, പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ പ്ലെയിൻ. ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ചേഞ്ച് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് ഒരു റെഫറൻസ് ഒന്ന് വരച്ച് നോക്കാം. ഇതെങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ പറ്റുമത്? വെർട്ടിക്കൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലേ? ഉറപ്പായിട്ടും ഈ ഒബ്ജക്റ്റ് നിൽക്കുന്നത് ഇതേപോലെ ആയിരിക്കും. ഇതിന് നമുക്ക് ലൈൻ ഇത് ക്യാപിറ്റൽ എയും ഈ ഭാഗം ബി എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിന് ഇദ്ദേഹം പെർപെൻഡിക്കുലറും ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഇദ്ദേഹം പാരലൽ. ഇപ്പോൾ ഈ ലൈനിലുള്ള എല്ലാ പോയിന്റ്സും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് ഈക്വൽ ആയിട്ട് കീപ്പ് ചെയ്യുന്നു. ഓക്കെ, ഒബ്സർവേഴ്സിനെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഒബ്സർവർ, ടോപ്പ് വ്യൂ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഒബ്സർവർ. ഓക്കെ, എന്തൊക്കെയായിരിക്കും പ്രൊജക്ഷൻസ്? ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യൂവിന് പാരലൽ ആയിട്ടാണ് ഈ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇതിന്റെ ട്രൂ ലെങ്ത് ഒരിക്കലും അറിയാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് ഈ എഡ്ജ് മാത്രം അറിയാൻ പറ്റും അല്ലേ? അതേ എവിടെ നിൽക്കുന്നതായിട്ട് തോന്നും? വെർട്ടിക്കൽ പ്ലെയിനിൽ നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിന്. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ഒന്നും പുള്ളിക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് അദ്ദേഹത്തിന് കാണാം. അദ്ദേഹം കാണുന്നത് ബി എന്ന് പറയുന്ന പോയിന്റ് ആണ്, പക്ഷേ ഉള്ളിൽ ആരും ഉണ്ട്, എയും ഉണ്ട് വിത്ത് ഡാഷ്, കാരണം ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുന്ന ഒബ്സർവർക്ക് ഈ ലൈനിനെ സംബന്ധിച്ചിടത്തോളം ആ ലൈനിന് അദ്ദേഹത്തിന്റെ വ്യൂവിന് പെർപെൻഡിക്കുലർ ആണ്. അദ്ദേഹത്തിന് ഫുൾ ലെങ്തും അറിയാൻ പറ്റും. ഓക്കെ, ആ ലെങ്തിന്റെ പ്രൊജക്ഷൻസ് അദ്ദേഹത്തിന് ഇവിടെ താഴെ കാണാൻ പറ്റും. ഇതേപോലെ പാരലലായിട്ട് നിൽക്കും. അത് വിത്ത് എ ബി എന്ന റെഫറൻസ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ പ്രൊജക്ഷൻസ് നമ്മൾ എക്സ് വൈ കോർഡിനേറ്റ് എക്സ് വൈ ലൈനിലേക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സ്, ഇത് വൈ. ഫ്രണ്ടില് ആദ്യത്തെ പ്രൊജക്ഷൻ നമുക്ക് കിട്ടി. എന്തായിരുന്നു കിട്ടിയത്? അത് ബി ഡാഷ് ബ്രാക്കറ്റിൽ എ ഡാഷ്. ഈ ഡിസ്റ്റൻസ് അദ്ദേഹത്തിന് അറിയാൻ പറ്റി. ഇനി കുറച്ച് താഴെയായിട്ട് എന്ത് ചെയ്തു? ഇത്രയും ഡിസ്റ്റൻസ് മാറിയിട്ട് ഈ ഇതിന് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രൊജക്ഷൻ വന്ന് നിന്നത് ഇവിടെ എ, ഇത് ബി. ഓക്കെ, ഇങ്ങനെ ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഒരു പ്ലെയിനിന് പാരലൽ മറ്റൊരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ എന്നുള്ള സിറ്റുവേഷൻ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി തേർഡ് കണ്ടീഷൻ, ഫോർത്ത് കണ്ടീഷൻ. അപ്പോൾ തേർഡ് കണ്ടീഷൻ വരെയാണ് നമ്മൾ. ഫോർത്ത് കണ്ടീഷൻ നോക്കാം. ഫോർത്ത് കണ്ടീഷൻ, ലൈൻ എ ബി parallel to vertical plane and inclined to horizontal plane. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിന്റെ പാരലായിട്ട് നിന്നുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഒരു ഇൻക്ലിനേഷൻ ക്രിയേറ്റ് ചെയ്തു. ആ ഇൻക്ലിനേഷന്റെ മാക്സിമം ആയിരുന്നു പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ വരെ പോയില്ല, കുറച്ച് ചെറിയൊരു ഇൻക്ലിനേഷൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി അതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഒരു റെഫറൻസ് എടുക്കാം.
അപ്പോൾ രണ്ടും പാരലൽ ആയിരുന്നുവെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് രണ്ടും പാരലൽ ആയിരുന്നുവെങ്കിൽ എങ്ങനെ വരുമെന്ന് ആദ്യം നോക്കാം. ഇതായിരുന്നു നമ്മുടെ XY ലൈൻ. അപ്പോൾ അതിന് പാരലൽ ആയിട്ട് ഇതുപോലൊരു പോയിന്റിലായിരുന്നു ശരിക്കും ആക്ച്വലി രണ്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിനും വെർട്ടിക്കൽ പ്ലെയിനിനും പാരലൽ ആയിരുന്നു എങ്കിൽ ഇതുപോലെ നിൽക്കുമായിരുന്നു. ഓക്കെ, ഇതേപോലെ ഒരു ലൈനിൽ റെഫറൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുമായിരുന്നു. പക്ഷെ അറ്റ് പ്രസന്റ് നമ്മുടെ പോയിന്റ് നിൽക്കുന്നത് അങ്ങനെയല്ല. ഈ ലൈൻ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലായിട്ട് തന്നെ നിൽക്കും. ഓക്കെ, പക്ഷേ ഹൊറിസോണ്ടൽ പ്ലെയിനിന് സം ഇൻക്ലിനേഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ഇൻക്ലിനേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ലൈൻ ഇതുപോലെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ നോർമൽ ആയിട്ടുള്ള വ്യൂവിൽ പാരലായിട്ട് നിൽക്കേണ്ടതാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു, ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇയാൾ സം ആംഗിൾ തീറ്റ ക്രിയേറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ എ എന്നും ബി എന്നും പറഞ്ഞ് രണ്ട് പോയിന്റ്. ഇതിന്റെ എല്ലാ പോയിന്റ്സും തന്നെ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് എപ്പോഴും പാരലൽ ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഇത് റൊട്ടേറ്റ് ചെയ്ത് ബി ഏറ്റവും ടോപ്പിലാകുമ്പോഴത്തേക്ക് ഇത് ഇവിടെ റെഫറൻസ് ഇതുപോലെ വന്ന് നിൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആവും. അപ്പോഴും വെർട്ടിക്കൽ പ്ലെയിൻ അയാൾ പാരലൽ തന്നെയാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിനിന് മാത്രം റെഫറൻസിൽ അയാൾ ആംഗിൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ സം ഡിഗ്രി ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുന്ന ആളിന് അത് വെർട്ടിക്കൽ പ്ലെയിനിൽ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇതിന്റെ ട്രൂ ലെങ്ത് അയാൾക്ക് കിട്ടുമോ? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാലും അയാളുടെ വ്യൂവിന് എപ്പോഴും ഇദ്ദേഹം പെർപെൻഡിക്കുലർ ആണ്, AB ലൈൻ പെർപെൻഡിക്കുലർ ആണ്. കാരണം ഇത് വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ. അതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുന്ന ഒരു ഒബ്സർവർക്ക് എപ്പോഴും AB ലെങ്ത്തിന്റെ ഫുൾ ലെങ്ത് അയാൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ പ്രൊജക്ഷൻ എവിടെ നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിന് എത്ര മുകളിലേക്കാണോ അത് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ ചരിഞ്ഞ് വെർട്ടിക്കൽ പ്ലെയിനിൽ നിൽക്കുന്നതായിട്ട് കാണാം, A' വിത്ത് B'. ഇനി ഇവിടെ ഒരു ടോപ്പ് വ്യൂ അറിയാനായിട്ട് ഒരു ഒബ്സർവർ നിൽക്കുകയാണ്. ടോപ്പ് വ്യൂ അദ്ദേഹം നോക്കുമ്പോൾ ഇതിന്റെ ഫുൾ ലെങ്ത് അറിയാൻ പറ്റുമോ? അപ്പോൾ ടോപ്പ് ലെങ്തിൽ നോക്കുന്ന ഒരാളിന്റെ വ്യൂ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആയിരുന്നുവെങ്കിൽ ഇത്രയും ലെങ്ത് അയാൾക്ക് കാണാമായിരുന്നു. ഇനി ഇത് ഈ പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് എയിൽ നിന്ന് ബി ഫിക്സ് ചെയ്തിട്ട് ഇത് അയാളുടെ വ്യൂവിന് മുകളിലേക്കോ താഴേക്കോ വരുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലെങ്തിനകത്ത് ചെറിയ വേരിയേഷൻസ് സംഭവിക്കുന്നതായിട്ട് കാണാം. പെർപെൻഡിക്കുലർ ആണ് അയാൾക്ക് ഡോട്ടായിട്ട് കാണാൻ പറ്റും. പാരലായിട്ട് കുറച്ച് ഇൻക്ലിനേഷൻ കൂടുന്നതിനനുസരിച്ച് θ1 ആണെന്നുണ്ടെങ്കിൽ എന്ന് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ചരിഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കുന്ന ആളിന് ചെറിയ ഡിസ്റ്റൻസ്, θ2 കുറെ കൂടെ കൂടിയാൽ ഇത് അവസാനം ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനെ അയാൾക്ക് ഡോട്ടായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അതുവരെ ഈ വ്യൂ എന്ത് ചെയ്യും, ചെറുതായിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതിന്റെ ആക്ച്വൽ ലെങ്ത് അറിയാൻ പറ്റില്ല. ഒരു ലെങ്ത് അറിയാൻ പറ്റും, പക്ഷെ അതെന്തായിരിക്കും, ആക്ച്വൽ ലെങ്ത് ഒരിക്കലും ആവില്ല. ഓക്കെ, അപ്പോൾ ഇത് സ്മോൾ എ എന്നും ഇവിടെ സ്മോൾ ബി എന്ന് പറയും. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുന്ന ആളിന് ഈ ലൈൻ AB ഫുൾ ലെങ്ത് അറിയാൻ പറ്റും. ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുന്ന ആളിന് ഒരിക്കലും ഇയാളുടെ ഫുൾ ലെങ്ത് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഇതിന്റെ പ്രൊജക്ഷൻസ് SY കോർഡിനേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുന്ന ലെങ്ത് A' B' എന്ന് റെപ്രസെന്റ് ചെയ്യാം വിത്ത് ഈ ആംഗിൾ എത്രയാണോ അതും കൂടെ അയാൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഫ്രണ്ട് വ്യൂവിൽ നോക്കുന്ന ആൾ. ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുന്ന ആളിന് ഈ പോയിന്റ് ഇപ്പൊ A എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ നിൽക്കുന്നെന്ന് വിചാരിക്കാം, ഈ ഡിസ്റ്റൻസ് മാറി നിൽക്കും. ഇനി ഇതിന്റെ നിന്ന് നേരിട്ട് താഴോട്ടുള്ള പോയിന്റ് മാത്രമേ അയാൾക്ക് അറിയാൻ പറ്റൂ. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, പക്ഷെ ഇതുപോലുള്ള ഒരു വ്യൂ ആയിരിക്കും. ഇത് AB, ഇത് എയുടെ പോയിന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ, ഇത് B എന്ന് പറയുന്ന പോയിന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ. അപ്പോൾ ഇത് കറക്റ്റ് ലെങ്ത് ഫുൾ ലെങ്ത് ആയിരുന്നു എങ്കിൽ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും വരേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ച് താഴെയും കിട്ടേണ്ടതാണ്. പക്ഷെ എന്ത് പറ്റി, ഇത് ഇൻക്ലൈൻഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുന്ന ആളിന് ഇത്ര മാത്രമേ അതിന്റെ സൈസ് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഇത് സ്ട്രൈറ്റ്, അയാളുടെ വ്യൂ സ്ട്രൈറ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് നിൽക്കേണ്ട ഇവിടെ ആയിരുന്നു, ടോട്ടൽ ലെങ്ത് ഇത് ഇവിടം വരെ കിട്ടേണ്ടതായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല, ഇൻക്ലൈൻഡ് ആയി പോയത് കൊണ്ട് എന്ത് ചെയ്തു, ഈ വ്യൂ ഒന്ന് റെഡ്യൂസ് ചെയ്തു. ഇത് മൂവ് ചെയ്ത് പെർപെൻഡിക്കുലർ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു, ഇത് ഒരു ഡോട്ട് പോലെ ആകുമായിരുന്നു. അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ചസ് വരുന്നു. അപ്പോൾ ഒരു ലൈനിനെ പ്ലേസ് ചെയ്യുമ്പോൾ അത് വെർട്ടിക്കൽ പ്ലെയിനിന് പാരലലും ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഇൻക്ലൈൻഡുമാണെങ്കിൽ
എന്ത് സംഭവിക്കും? ട്രൂ ലെങ്ത് കിട്ടുന്നത് ഫ്രണ്ട് വ്യൂവിൽ മാത്രമാണ്. ടോപ്പ് വ്യൂവിൽ എന്ത് കിട്ടത്തില്ല, ഒരിക്കലും ട്രൂ ലെങ്ത് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, ഇത് നാലാമത്തൊരു സിറ്റുവേഷൻ. ഇനി അഞ്ചാമത്തൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇതിനെ നമുക്ക് തിരിച്ചു നോക്കാം. ലൈൻ എ ബി പാരലൽ ടു horizontal plane and inclined to vertical plane. Okay, വീണ്ടും നമുക്ക് റെഫറൻസ് ആക്കിയിട്ട് നമ്മുടെ രണ്ട് പ്ലെയിൻസിനെ ഒന്ന് വരയ്ക്കാം. ഇവിടെ പാരലൽ ആയിരിക്കണം, എന്ത് വേണം, ഇൻക്ലൈൻഡ് ടു. അപ്പോൾ രണ്ടിനും പാരലൽ ആണ് എങ്കിൽ നമുക്കൊരു ഇതാണ് നമ്മുടെ എക്സ് വൈ ലൈൻ. ഇത് എക്സ് ലൈൻ, ഇത് വൈ ലൈൻ. രണ്ടിനും പാരലൽ ആണെങ്കിൽ ഇതേപോലുള്ള ഒരെണ്ണം വരുമായി. ഇനി നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ലൈൻ എ ബി എ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന്, വെർട്ടിക്കൽ പ്ലെയിൻ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ഒരു ഇൻക്ലിനേഷൻ വരുത്തുകയാണ്. ഹൊറിസോണ്ടൽ പ്ലെയിൻ അയാൾ അതുപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ എന്ത് ചെയ്തു, ഒരു ഇൻക്ലിനേഷൻ വരുത്തിയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ലൈൻ ഇത് എ ബി. ഇയാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇയാൾ എന്താണ്, പാരലൽ ആണ്. വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് മാത്രം ഇയാൾ ഇൻക്ലിനേഷൻ സംഭവിച്ചു. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ ഇതിന്റെ ചേഞ്ചസ് എന്തായിരിക്കും നമുക്കൊന്ന് നോക്കാം. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇത്തിരി കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ടോപ്പ് വ്യൂവിൽ നിന്ന് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുന്നതും ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുന്നതും രണ്ടും ഒരിക്കലും ആക്ച്വൽ ലെങ്ത് കിട്ടുന്നത് നമുക്ക് ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ആക്ച്വൽ ലെങ്ത് നമുക്ക് ഇവിടെ കിട്ടും. ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഒരിക്കലും എന്ത് കിട്ടത്തില്ല, ഇവിടുത്തെ ഒബ്സർവറുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും അതിന്റെ ട്രൂ ലെങ്ത് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഏതാണ് ട്രൂ ലെങ്ത് കിട്ടുന്നത് ആദ്യം നമുക്കൊന്ന് വരയ്ക്കാം. ഇത് എ എന്നും അതുപോലെ ഇത് ബി എന്നും നമുക്ക് പ്രൊജക്ഷൻസ് ഹൊറിസോണ്ടൽ പ്ലെയിനകത്ത് കിട്ടി. ഓക്കെ, ഇനി ഇതിന്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്നുള്ള ഒബ്സർവേഷൻ നോക്കുമ്പോൾ ഇതെന്ത് ചെയ്യും, ഒരല്പം റെഡ്യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് അയാൾക്ക് അറിയാൻ പറ്റും. അതായിരിക്കും എ ഡാഷും ബി ഡാഷും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എക്സ് വൈ കോർഡിനേറ്റിന്റെ ലൈൻസ് നമ്മൾ വരച്ചിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഉള്ള പോയിന്റ്സ് ടോപ്പ് വ്യൂവിൽ നമുക്ക് എന്ത് കിട്ടി, ട്രൂ ലെങ്ത് കിട്ടി. ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് എ എന്ന് പറയുന്ന പൊസിഷൻ മാർക്ക് ചെയ്തു. ഇതുപോലുള്ള ഒരു ഒബ്സർവേഷൻ മാത്രമേ നമുക്ക് കിട്ടൂ. ഇതിനെ എ ഡാഷ് എന്നും ബി ഡാഷ്. ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുന്ന ഈ ഒരു ഒബ്സർവേഷനിൽ ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത്, ഫ്രണ്ട് വ്യൂവിൽ എന്ത് കിട്ടിയില്ല, ട്രൂ ലെങ്ത് നമുക്ക് കിട്ടിയില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ചേഞ്ച് ആണ് ഇവിടെ സംഭവിക്കുന്നത്.